നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഭക്തർ സമർപ്പിച്ച കാണിക്കപ്പണവും സ്വർണ്ണാഭരണങ്ങളും ആസൂത്രിതമായി തട്ടിയെടുത്ത കേസിൽ ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിലാണ് ക്ഷേത്രത്തിനുള്ളിൽ നടന്ന വൻ കൊള്ളയുടെ ചുരുളഴിയുന്നത്. ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന പണത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ 500 രൂപ നോട്ടുകളുടെ കെട്ടുകളിൽ പതിവായി വലിയ കുറവുണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ട ട്രസ്റ്റ് അധികാരികൾ പണം എണ്ണുന്ന മുറിയിൽ ആരുമറിയാതെ രഹസ്യ ക്യാമറകൾ സ്ഥാപിച്ചതോടെയാണ് തട്ടിപ്പ് വിളിച്ചതായത്. കേസ് വലിയ വിവാദമായതിനെ തുടർന്ന് രാമക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളായ ചമ്പത് റായിയും അനിൽ മിശ്രയും ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇതിനോടകം രാജിവെച്ചിട്ടുണ്ട്. പണം എണ്ണുന്ന ജീവനക്കാർ തന്നെ അതീവ രഹസ്യമായി കൃത്യമായ ആസൂത്രണത്തോടെയാണ് കോടികൾ കൈക്കലാക്കിയത്. പ്രധാനമായി 2 രീതികളിലൂടെയായിരുന്നു ഇവരുടെ മോഷണം. പണം എണ്ണുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന പ്രതികളിൽ ഒരാൾ മുറിയിലെ CCTV ക്യാമറയ്ക്ക് മുന്നിൽ ബോധപൂർവം മറയായി തിരിഞ്ഞു നിൽക്കുകയും ഈ സമയം കൂടെയുള്ളവർ നോട്ടുകെട്ടുകളിൽ നിന്നും വലിയ തുകകൾ വസ്ത്രങ്ങൾക്കുള്ളിൽ ഒളിപ്പിക്കുകയുമായിരുന്നു പതിവ്. കൂടാതെ ബാങ്കിലേക്ക് പണം അയക്കുന്നതിന് മുൻപ് ഇവർ ഓരോ നോട്ടുകെട്ടുകളിലും അധിക നോട്ടുകൾ തിരികെ കയറ്റും. ബാങ്ക് ഉദ്യോഗസ്ഥർ ആകെ കെട്ടുകളുടെ എണ്ണം മാത്രം നോക്കി വൗച്ചർ ഒപ്പിടുമ്പോൾ ഓരോ കെട്ടിലുമുള്ള നോട്ടുകളുടെ എണ്ണം കൃത്യമായി പരിശോധിക്കാതിരുന്നതും പ്രതികൾക്ക് തുണയായി. ഇങ്ങനെ വസ്ത്രങ്ങൾക്കുള്ളിൽ ഒളിപ്പിക്കുന്ന പണം ആദ്യം ക്ഷേത്ര സമുച്ചയത്തിനകത്തുള്ള ശുചിമുറികളിലാണ് സൂക്ഷിച്ചിരുന്നത്. പിന്നീട് അനുയോജ്യമായ അവസരം നോക്കി ഇവ പുറത്തേക്ക് കടത്തുകയും രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് വീതം വെക്കുകയുമായിരുന്നു. ക്ഷേത്രം ഭക്തർക്കായി തുറന്നുകൊടുത്ത 2024 മുതൽ തന്നെ ഈ തട്ടിപ്പ് സംഘം സജീവമായിരുന്നുവെന്നാണ് SIT വ്യക്തമാക്കുന്നത്. ലഭ്യമായ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഈ വർഷം ഏപ്രിൽ 27-നും ജൂൺ 5-നും ഇടയിൽ മാത്രം 70ഓളം കവർച്ചകൾ നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പണത്തിന് പുറമെ ഭക്തർ രാംലല്ല വിഗ്രഹത്തിന് സമർപ്പിച്ച കമ്മലുകൾ, മൂക്കുത്തികൾ, വളകൾ, പാദസരങ്ങൾ തുടങ്ങിയ സ്വർണ്ണാഭരണങ്ങളും പ്രതികൾ കവർന്നിട്ടുണ്ട്. ക്ഷേത്രത്തിൽ നിന്നും ഏതാണ്ട് 7 മുതൽ 7.5 കോടി രൂപ വരെ നഷ്ടപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായ അന്തിമ കണക്കുകൾക്കായി അന്വേഷണ സംഘം കാത്തിരിക്കുകയാണ്. നിലവിൽ പ്രതികളിൽ നിന്നും 70 ലക്ഷത്തോളം രൂപ മാത്രമാണ് വീണ്ടെടുത്തിട്ടുള്ളത്. തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന നിരവധി ബാങ്ക് ഉദ്യോഗസ്ഥരും സർക്കാർ ജീവനക്കാരും നിലവിൽ സംശയത്തിന്റെ നിഴലിലാണ്. കേസിൽ അറസ്റ്റിലായ 8 പ്രതികളിൽ ഭൂരിഭാഗവും വലിയ സ്വാധീനങ്ങളുടെയും ശുപാർശകളുടെയും ബലത്തിലാണ് ജോലിയിൽ പ്രവേശിച്ചതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ടിനു യാദവ്, സുഭാഷ് ശ്രീവാസ്തവ എന്നിവരാണ് ഈ ആകെ ഗൂഢാലോചനയുടെ മുഖ്യ സൂത്രധാരന്മാർ. മറ്റുള്ളവരെ ഈ ശൃംഖലയിലേക്ക് റിക്രൂട്ട് ചെയ്തതും പണം എണ്ണുന്നതിനുള്ള ചുമതലകൾ വിഭജിച്ചു നൽകിയതും ശ്രീവാസ്തവയായിരുന്നു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയായിരുന്ന ചമ്പത് റായിയുടെ ഡ്രൈവറായ ടിന്നു യാദവിന്റെ സ്വാധീനത്തിലാണ് പ്രതിയായ മനീഷ് യാദവ് ജോലിയിൽ കയറിയത്. മറ്റൊരു പ്രതിയായ ലവകുശ് മിശ്ര തന്റെ ഭാര്യ സഹോദരനും കേസിൽ അറസ്റ്റിലായതുമായ അനുകൽപ് മിശ്ര വഴിയാണ് ഈ സംഘത്തിൽ ചേർന്നത്. അവിനാശ് ശുക്ല, കരുണേഷ് പാണ്ഡെ, രാമശങ്കർ മിശ്ര എന്നിവരാണ് പിടിയിലായ മറ്റു പ്രതികൾ. ഇതിൽ മിശ്രയുടെ വീട്ടിൽ നിന്നും 10 ലക്ഷം രൂപ കണ്ടെത്തുകയും അവിനാശ് ശുക്ല മോഷ്ടിച്ച പണം സ്വന്തം ബാങ്ക് അക്കൗണ്ടിലാണ് നിക്ഷേപിച്ചിരുന്നതെന്നും വ്യക്തമായിട്ടുണ്ട്. ക്ഷേത്രത്തിലെ സുരക്ഷാ സംവിധാനങ്ങളിലുണ്ടായ ഗുരുതരമായ വീഴ്ചകളാണ് തട്ടിപ്പിന് ആക്കം കൂട്ടിയതെന്ന് SIT റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തുന്നു. പണം എണ്ണുന്ന ജീവനക്കാർ എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ അവരെ ആരും ദേഹപരിശോധനയ്ക്ക് വിധേയരാക്കുമായിരുന്നില്ല. CCTV കവറേജ് അപര്യാപ്തമാണെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ വെറും കടലാസിൽ ഒതുങ്ങി കേവലം ചടങ്ങായി മാറിയെന്നും റിപ്പോർട്ടിലുണ്ട്.